അപ്പോൾ ഇതാണ് നമ്മുടെ ഒലയുടെ S1 Pro. ഇപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കണ വണ്ടി, അതായത് ഒലയുടെയിൽ ടോപ്പ് എൻഡ് എന്ന് പറയണത്. അപ്പോൾ ഇതിന് അവർ പറയണത് 195 ആണ് റേഞ്ച് പറയണത്. പക്ഷെ അത്ര ഒന്നും കിട്ടൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ പവർ ബട്ടൺ. ഇത് ഓൺ ചെയ്യണം ആദ്യം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പിന്നടിക്കാനുള്ള ഇത് തുറന്നു വരുമ്പോൾ അപ്പോൾ പിന്നടിക്കാം. അപ്പോൾ ഓപ്പണായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഡിസ്പ്ലേയിൽ ആദ്യം തന്നെ ഇവിടെ ഡിസ്പ്ലേയുടെ നമുക്ക് പല പല ഇതാക്കാം, മോഡ് മാതിരി ആക്കാം. സ്ലിപ്പൊക്കെ കിടക്കണ എക്ലിപ്സ് ആണ്. ഡിസ്പ്ലേ ഒന്ന് വെക്കാം, എക്ലിപ്സ് ആണ് കിടക്കണത്. സൗണ്ട് പല അതിന് ഇപ്പം നമുക്കിപ്പോൾ വിൻറ്റേജ് സൗണ്ട് വേണമെങ്കിൽ വിൻറ്റേജ് കിട്ടും. ഒരു RX100 ഫീലൊക്കെ ഉണ്ടാവും ഈ ഒരു ശബ്ദത്തിൽ. പിന്നെ ഇത് അടുത്തത് ബോൾട്ട്, പല പല തീമുണ്ടാവും. ഈ കെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓരോ മൂഡ് അനുസരിച്ച് നമുക്ക് സൗണ്ട് സെറ്റ് ചെയ്യാം. നൈറ്റ് ആണെങ്കിൽ നൈറ്റിൽ എങ്ങനെ ഇരിക്കും. ഓട്ടോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ ഡാർക്കാവും, ഡേ ആകുമ്പോൾ ലൈറ്റ് ആവും, അപ്ലൈ കഴിഞ്ഞാൽ അപ്ലൈങ് ആവും. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തീം കാര്യങ്ങൾ. പിന്നെ ഇതൊരു ബാറ്ററി എത്ര റേഞ്ച് ഓടും. ഇപ്പം 96% നോർമലിൽ 138 ഓടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡ് ഇട്ടേക്കണ കാരണമാണ് ഇപ്പോൾ ആർക്ക് വന്നേക്കണത്, എന്ന് വന്നേക്കണത്. ഒന്ന് ഓട്ടോമാറ്റിക് വണ്ടി മാതിരി തന്നെ. പിന്നെ നമ്മൾ സ്റ്റാൻഡ് മാറ്റി കഴിയുമ്പോൾ വരും. ബട്ട് നമുക്കിവിടെ ഇതാണ് ഇതിൻ്റെ ബട്ടൺ, പവർ ബട്ടൺ. ഇത് നെക്കിയിട്ട് ബ്രേക്ക് പിടിക്കണം. അപ്പോൾ മാറി, ഡ്രൈവ് മോഡായി. അപ്പോൾ ഇതിൻ്റെ അത് കണ്ട നോർമൽ എഴുതി കാണിക്കണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതാണ് നമ്മുടെ മോഡ് ചെയ്യാനുള്ളത്. അതായത് നോർമൽ, എക്കണോമി, സ്പോർട്ട്, ഹൈപ്പറൊക്കെ ഈ ഒരു ബട്ടണിലാണ് നിൽക്കേണ്ടത്. ഇതിപ്പോൾ നോർമലിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടൺ ഓരോ നെക്കി കഴിഞ്ഞാൽ സ്പോർട്ടാവും. പിന്നെ ഒന്നും കൂടി നെക്കി കഴിഞ്ഞാൽ ഹൈപ്പറാവും. അപ്പോൾ ഹൈപ്പറിൽ എത്ര കിലോമീറ്റർ ഓടും എന്ന് ഇവിടെ എഴുതി കാണിക്കും. പിന്നെ സ്പോർട്ടിൽ എത്ര ഓടും എന്നും എഴുതി കാണിക്കും. അപ്പോൾ ലോങ് പ്രസ് ചെയ്ത് ആ ബട്ടൺ പിടിക്കണമെങ്കിൽ എക്കണോമി വരും. എക്കണോമിയിൽ 174 ഓടും. അത് 30-40 കിലോമീറ്റർ സ്പീഡിലേ പോവുള്ളൂ. എക്കണോമി 50-60 പോവും. സ്പോർട്ട് 75-100 അടുത്ത് പോവും. ഹൈപ്പർ 120 വരെ കയറും. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഇതിൽ പറയണത്. പിന്നെ ഈ ഒരു ബട്ടൺ ഉണ്ട്, നമുക്ക് ഫോൺ വഴി നമുക്ക് കണക്ട് ചെയ്തിട്ട് പാട്ട് കേൾക്കാം. ഇത് വോളിയം കൂട്ടാനും ഇത് വോളിയം കുറയ്ക്കാനുള്ള ബട്ടനാണിത്. ഇത് പോസ് ചെയ്യാനുള്ള ബട്ടൺ. പിന്നെ ഇവിടെ ഇതാണ് വണ്ടിയുടെ ക്രൂസ് കൺട്രോളും പിന്നെ 6 ഉണ്ട്. റിവേഴ്സ് ഗിയർ ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുക, എന്നിട്ട് 6 നീക്കി കഴിഞ്ഞത് റിവേഴ്സ് ഗിയർ വീണു. എന്നിട്ട് ത്രോട്ടിൽ നമ്മൾ ബാക്കിലോട്ട് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലോട്ട് നീങ്ങും. അതാണ് റിവേഴ്സ് ഗിയർ. പിന്നെ ക്രൂസ് കൺട്രോൾ. പിന്നെ ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് നെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ DRL ഉണ്ട്, അത് കത്തും. പിന്നെ റണ്ണിങ്ങിന് അല്ലാണ്ട് നെക്കിയാലും നമ്മുടെ ഡിമ്മും ബ്രൈറ്റൊക്കെ ആവും. അതൊക്കെയാണ്. പിന്നെ ഇൻഡിക്കേറ്റർ, ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്. രണ്ട് ഇൻഡിക്കേറ്റർ സ്വിച്ച്. ഇത് ഹോണ്ട സ്വിച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. ഇത് ഇവിടെ നമുക്ക് എവിടെ ഡെസ്റ്റിനേഷൻ പോകേണ്ടത് അടിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതുണ്ട്, സിം കാർഡ് ഉണ്ട് ഒരു ജിയോടെ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ, പോകേണ്ട സ്ഥലം. ഇപ്പോൾ നമുക്ക് എറണാകുളമാണ് പോകണമെങ്കിൽ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അടിക്കാം. ഫോർട്ട് CHI ഫോർട്ട് കൊച്ചി ജെട്ടി.
ഫോർട്ട് കൊച്ചിക്ക് അടിക്കാം. 32 കിലോമീറ്റർ ഉണ്ട് ഫോർട്ട് കൊച്ചിക്ക്. അപ്പോൾ ഇതിൽ കാണാൻ പറ്റും, ഇതിൻ്റെ ഇൻബിൽഡായിട്ട് നമുക്ക് സിം കാർഡ് ഉണ്ട്. അത് കാരണം അപ്പോൾ നീക്കി കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ ഇതിൽ പറയും എവിടെ പോകേണ്ടത്, കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് ബാക്ക് പോവാം. മാപ്പ് ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്, ഒരു അടിപൊളി സെറ്റപ്പാണ്. പിന്നെ സെറ്റിങ്സിൽ വൈഫൈ ഉണ്ട്, കണക്ഷൻ ഉണ്ടെങ്കിൽ വൈഫൈ കണക്ട് ചെയ്യാം. പിന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ, ഡാർക്ക് മോഡ്, അതായത് രാത്രി ആകുമ്പോൾ ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ സ്ക്രീൻ ഡാർക്ക് ആവും. നമുക്ക് കണ്ണിന് പ്രശ്നമില്ല, കാണുന്നതിനൊക്കെ കുഴപ്പമില്ല. അത് ഓട്ടോമാറ്റിക്കലി സെറ്റിംഗ് ആവും. പിന്നെ മോഡ് വണ്ടിയുടെ ആക്സിലറേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന മോഡാണ്. അതാണ് മോഡ്. അത് ഓഫ് ചെയ്താൽ അത് വേണമെങ്കിൽ മതി, ഇഷ്ടമുള്ള നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഹസാർഡ് ഉണ്ട്, നമ്മുടെ ഇൻഡിക്കേറ്റർ, ഡബിൾ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്. പിന്നെ ഓൾ സെറ്റിംഗ് ഉണ്ടോ. പിന്നെ അതുപോലെ ഡിസ്പ്ലേയുടെ സെറ്റിംഗ് ആണ്. നമുക്കപ്പോൾ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് കൂട്ടാനും ആംബിയൻസ്, ഇപ്പോൾ ഓട്ടോ, ഡാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ ലൈറ്റായിട്ട് ഇറക്കണം. ഡാർക്ക് ആയി കഴിഞ്ഞാൽ ഇരുട്ടും. പകലായത് കാരണം നമുക്ക് വൈറ്റ് ലൈറ്റിലേ പറ്റുള്ളൂ. പിന്നെ ബ്രൈറ്റ്നെസ് കൂട്ടാൻ, പിന്നെ നമ്മുടെ ഓരോ മൂഡ്സ്, ഓരോ തീംസ് മാറ്റാനുള്ളത്. പിന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ, ഇതിലാണ് നമുക്ക് ഫോണിനായിട്ട് കണക്ട് ചെയ്യാനുള്ള സെറ്റിങ്സ്. ഇൻകമ്മിങ് കോള് കാണാൻ പറ്റും. പിന്നെ കോളൊക്കെ നമുക്ക് ഇതിൽ കൂടി ചെയ്യാൻ പറ്റും. പിന്നെ വൈഫൈ, നമ്മുടെ വീട് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാനുള്ളത്, വീട്ടിലുള്ള വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ സൗണ്ട്സ്, ഇപ്പം മീഡിയയുടെ സൗണ്ട് കൂട്ടാൻ, സിസ്റ്റം സൗണ്ട്, പിന്നെ മൂഡിൻ്റെ സൗണ്ട്. പിന്നെ ഇതൊക്കെ കൂട്ടത്തോടെ നമ്മൾ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ അതിനൊക്കെ എല്ലാ സ്കൂട്ടറും കൂടെ ഒരുമിച്ച് കെട്ടാനുള്ളത് മാതിരി, ഹോട്ട്സ്പോട്ട് മാതിരിയാണ്. നമ്മൾ മിനിമിൽസൊക്കെ കളിക്കണ മാതിരി സെറ്റപ്പാണ് ഈ ഒരു ഹോസ്റ്റ് സെർട്ടൺ ആ സെറ്റപ്പ്. പിന്നെ ലൈറ്റ്സ് വന്നത് സേഫ്റ്റി ലൈറ്റ്സ്, നമ്മുടെ ഹസാർഡ്. പിന്നെ ടേക്ക് മീ ഹോം ലൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി വെച്ചിട്ട് പോകല, അപ്പോൾ ലൈറ്റ് ഓണായി കിടക്കും ഒരു 30 സെക്കൻഡ്. പിന്നെ ഹാലോ ലൈറ്റ് ഉണ്ട്, നമ്മൾ DRLനെ പറയുന്നതാണ് ഹാലോ ലൈറ്റ്. അത് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ആ ബട്ടൺ നിൽക്കുക നമുക്ക് ചെയ്യാം. പിന്നെ ഇൻഡിക്കേറ്റർ, നമ്മൾ ഇൻഡിക്കേറ്റർ തിരിയുമ്പോൾ ആവശ്യമായിട്ട് തന്നെ ലൈറ്റാണ് ഇൻഡിക്കേറ്റർ ലൈറ്റ്. അതായത് നമ്മൾ സ്വിച്ച് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞു, പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നു പോയാൽ ഇത് തനിയെ സെൻസ് ചെയ്ത് ഓഫ് ചെയ്യും. അതാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ സ്വിച്ച് വെച്ച്. പിന്നെ റൈഡിങ്, ഇതാണ് നമ്മളെ റീജനറേഷൻ ചെയ്യണം വണ്ടിക്ക്, അത് വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ ബ്രേക്കിങ്ങിന് വരാൻ ത്രോട്ടിൽ തിരിച്ചാൽ മതി. അപ്പോൾ എൻജിൻ ബ്രേക്കിങ് നടക്കും, അതിനോടൊപ്പം തന്നെ വണ്ടി ചാർജിങ് ആവുകയും ചെയ്യും. അതാണ് ഈ ഒരു റീജനറേഷൻ. ഇപ്പോൾ ഞാൻ ഹൈ ആക്കി ഇട്ടേക്കണേണ്, അപ്പോൾ മാക്സിമം റീജനറേഷൻ നടക്കും. പിന്നെ ലോ ഉണ്ട്, ഓഫ് ചെയ്ത് വെക്കണം, കുഴപ്പമൊന്നുമില്ല, അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. പിന്നെ വെക്കേഷൻ മോഡ്, ബാറ്ററി സെറ്റിങ്സിൽ ഇപ്പോൾ നമ്മൾ വെക്കേഷൻ വല്ലതും പോകണമെങ്കിൽ ഈ ഒരു മോഡ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ബാറ്ററി ഡ്രെയിൻ ആവില്ല. പിന്നെ സെക്യൂരിറ്റി, ഇപ്പോൾ ലോക്കൊക്കെ വല്ല പൊട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ അറിയാം. പിന്നെ വണ്ടി വീണ് കഴിഞ്ഞാൽ അതിനുള്ള ഇതാണ് ഫോൾ ഡിറ്റക്ഷൻ. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം, വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. പിന്നെ ആക്സസ് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് കാര്യങ്ങൾ, റെസ്ട്രിക്ഷൻസ് വെക്കണേ നമ്മൾ എന്തോരം പോകേണ്ടത് വണ്ടി ഓടാനുള്ളത്. പിന്നെ ഹൈപ്പർ മോഡ് ഡിസേബിൾ ചെയ്തിടാം, സ്പോർട്സ് മോഡ് ഡിസേബിൾ ചെയ്ത് ചെയ്യാം. പിന്നെ സിസ്റ്റം അപ്ഡേറ്റ് നമുക്ക് തന്നെ അപ്ഡേറ്റ് ആയിക്കോളും, എല്ലാം ഓട്ടോ അപ്ഡേറ്റ്സ് ആണ്. പിന്നെ ഇപ്പോൾ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയെന്നാണ്, 263 കിലോമീറ്റേഴ്സ്. പർച്ചേസ് ചെയ്ത് 21 ജൂലൈ, പക്ഷേ